എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയായിട്ട് ഒരു കല്യാണം കൂടലാണ്. അപ്പം ഇതെൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കല്യാണമാണ്. അപ്പം ചേട്ടൻ ഇതിലൊരു പടം വരച്ച് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, നിങ്ങളുടെ അഭിപ്രായമാണ് ഇതിലെനിക്ക് കേൾക്കാനുള്ളത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഫുഡ് അടിക്കലാണ്. അങ്ങനെ ഞാൻ അവനെ നല്ലോണം അനുഗ്രഹിച്ചതിന് ശേഷം താണ്ട ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ തള്ളലിനൊക്കെ ശേഷം നമ്മൾ എങ്ങനെയൊക്കെ സ്ഥലം കണ്ടുപിടിച്ച് അകത്ത് കയറി അങ്ങോട്ട് ഇരിക്കാനായിട്ട് കസേര അങ്ങോട്ട് തൊട്ടപ്പോൾ തന്നെ അച്ഛൻ്റെ കസേരയാണ് കേട്ടോ ഈ സംഭവിച്ചത്. ഒരു അപ്പൂപ്പൻ പിറകിൽ നിന്ന് അങ്ങ് വലിച്ചെടുത്തുകൊണ്ട് പോയി. പിന്നെ ആ അപ്പൂപ്പൻ്റെ ഉള്ള ഒരു മൂച്ച് വഴക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ വഴക്ക് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നൊരു അങ്കിള് എവിടെയും കിടന്നൊരു കസേര എടുത്തുകൊണ്ട് വന്നു. നമുക്ക് കുറേ നാളായി ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട്. അത് കല്യാണത്തിന് പോണ തന്നെ ഈ സദ്യ തിന്നാൻ വേണ്ടിയിട്ടാണ്. കറി വരാനാണെങ്കിൽ കുറേ നേരത്തെ കഷ്ടപ്പാടായിരുന്നു, ഭയങ്കര ലേറ്റായി. അപ്പോഴാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്നൊരു കൊച്ചാണെങ്കിൽ ആ കൊച്ചിൻ്റെ ഇല ഇരിക്കുന്ന കറിയെല്ലാം അതേ കണക്ക് വെച്ചിട്ട് അപ്പുറത്തിരിക്കുന്ന അമ്മാമ്മയുടെ എന്നൊക്കെയാണ് എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ചിപ്സും ഉപ്പേരിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പപ്പടമൊക്കെ കൊണ്ടുവന്നു. പപ്പടം കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ദേഷ്യം തുടങ്ങി. കാരണം ഇത് നാണ്ട പകുതി ഇല്ലേ ഈ പപ്പടത്തിൽ. എനിക്ക് ഫുള്ളായിട്ടുള്ള പപ്പടമാണ് വേണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം പിന്നെയും വന്നു. കാരണം എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ഈ പരിപ്പുവട എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കുഞ്ഞൻ പരിപ്പുവട കിട്ടുകയും ചെയ്തു. അമ്മയ്ക്കാണെങ്കിൽ പരിപ്പുവടയൊന്നും തിന്നുകൂടാ, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതും കൊണ്ട് എനിക്ക് അതും കിട്ടി. മൂന്നാമത്തെ പന്തി ആയതുകൊണ്ട് തന്നെ ചോറിനൊന്നും വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റി. പിന്നെ ഞാനാണെങ്കിൽ പരിപ്പാണ് എപ്പോഴും സദ്യയൊക്കെ കഴിക്കുമ്പോൾ വാങ്ങിക്കുന്നത്. പിന്നെ നെയ്യൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ. അങ്ങനെ ആദ്യമേ ഇതിന്നൊരു ഇതിന്നൊരു കുഴയൊക്കെ കുഴച്ച് അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ എല്ലാ കറിയും കൂടെ എടുത്തു വെച്ച് വേണം കഴിക്കാൻ. നമുക്ക് എല്ലാ കറീൻ്റെ രുചി അറിയണ്ടേ. എല്ലാ കറിയും നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടപ്പെട്ടത് വേറെ മാങ്ങയച്ചാറായിരുന്നു. നിങ്ങൾക്കൊക്കെ സദ്യ തിന്നാനാണോ ഇഷ്ടം, അതോ കല്യാണത്തിന് ബിരിയാണി തിന്നാനാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു സദ്യ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിച്ചൊരു ഇത്തിരി ആയപ്പോഴത്തേക്ക് എന്നെ പായസം പെട്ടെന്ന് വന്നു. എത്ര പെട്ടെന്ന് കഴിക്കാൻ നോക്കിയാലും പകുതി എത്തുമ്പോഴത്തേക്ക് പായസം വരും. അപ്പം ഞാനാണെങ്കിൽ ദാണ്ട അടപ്പായസവും പിന്നെ വെച്ചിരുന്ന പപ്പടവും പഴവും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ദാണ്ട സൈഡിലൂടെ കൊണ്ട് കടലപ്പായസവും കൊണ്ടുവഴിച്ച്. പിന്നെ എനിക്ക് കലി കയറിയിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതും എല്ലാം കൂടി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതങ്ങോട്ട് റെഡിയാക്കി കഴിക്കാനായിട്ട് ഭാവിച്ചപ്പോഴത്തേക്ക് ദാണ്ട അതിൻ്റെ പുറത്തൂടെ കുറച്ച് ബൂന്തി അങ്ങോട്ട് കൊണ്ടിട്ട് പിന്നെ അതും കുഴച്ച് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ പുറത്തൂടെ പാൽപ്പായസം കൂടെ കൊണ്ടുവഴിച്ചേക്കാണ്. എന്തൊരു ചെയ്യുമെന്നൊന്ന് പറ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പായസം കുടിക്കാനായിട്ട് 1 മിനിറ്റെങ്കിലും തരണം. ഇതിപ്പോൾ നമ്മൾ ഒരു പായസം കൊണ്ട് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് അടുത്ത കൊണ്ടൊഴിക്കും. അങ്ങനെ വരിവരിയായിട്ട് അങ്ങ് കൊണ്ടൊഴിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കൂടി കുടിച്ച് മത്തളവ് കിടക്കുകയാണ് ഞാൻ. അപ്പം എന്തായാലും ഹാപ്പി വെഡ്ഡിങ്. അപ്പം ഇനിയൊരു കല്യാണത്തിന് വേണ്ടി എൻ്റെ കാത്തിരിപ്പ് തുടരുന്നു. അപ്പം നിങ്ങളുടെ കല്യാണം വല്ല അടുത്തുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്ന വളരെ നല്ലതായിരിക്കും.